ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇപ്പോഴും ഒരു ചെറിയൊരു ട്രിപ്പിലാണ് കേട്ടോ. ട്രിപ്പ് പോയി വന്ന് 2 ദിവസം കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയത്. ഞാൻ സേലം പോയി വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ഈ ട്രിപ്പ്. അതുകൊണ്ട് കുറച്ചൊരു ലാഗായിപ്പോയി വീഡിയോ എഡിറ്റ് ചെയ്യാൻ. ഞാൻ നമ്മൾ പോയത് മൈസൂരിലേക്കാണ് ഗായ്സ്. ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പായിരുന്നു. കാരണം ഏട്ടൻ ഗൾഫിൽ പോകാനുള്ള സമയം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നൊന്ന് നമ്മൾ എവിടെയും അങ്ങനെ പോയിട്ടില്ല ഒന്നിച്ച്. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ പോവാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മടിക്കേരിയിലേക്ക് വിട്ടത്. ശനിയാഴ്ച രാവിലെ ആയിരുന്നു വിട്ടത്. ഏകദേശം ഒരു 4 മണിക്ക് 4 മണിക്കായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടത്. അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രാവിലെ മടിക്കേരി എത്തിയിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി. അതിൻ്റെ ഇടയിൽ ചിഞ്ചിൽ വണ്ടിയിൽ കയറുമ്പോൾ ഛർദ്ദിച്ചതിൻ്റെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കാൻ അങ്ങനെ എത്തി. നമ്മൾ പോകുന്ന സമയത്ത് അവിടെ ആരും ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ നല്ലോണം നേരത്തെയാണ് എത്തിയിട്ടുണ്ടായത്. അങ്ങനെ ചായ കുടിച്ചു. ചായക്ക് ഉണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞത് അപ്പം പിന്നെ എന്തോ ഒരു കറിയാണ് ഉണ്ടായത്. ആ കറി നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ അപ്പം നല്ല രസമുണ്ടായിരുന്നു. ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ചായ കുടിച്ചു. ചായ കുടിച്ചതിന് ശേഷം നമ്മൾ പോയത് രാജാ സീറ്റിലേക്കായിരുന്നു. രാജാ സീറ്റ് ഞാനൊരു 2-3 പ്രാവശ്യം ഞാനിവിടെ പോയിട്ടുണ്ട്. നല്ലൊരു ഗാർഡനാണ്. ഇവിടെ കാണാനൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. ഇവിടെ കുറേ ചെടികളും എല്ലാം ഉണ്ട്. ഇവിടെ കാണാൻ നല്ല ഉണ്ട്. പിന്നെ രാവിലെ ആയിരുന്നല്ലോ നമ്മൾ എത്തിയത്. അപ്പോൾ മോർണിംഗ് വാക്കിന് കുറേ ആളവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഗാർഡൻ്റെ ഉള്ളിൽ കയറി. പിന്നെ രാവിലെ ആയതുകൊണ്ട് എനിക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു. അതാണ് ഞാൻ ഈ ടോപ്പിൻ്റെ ഒന്നിച്ചും സ്വെറ്റർ ഇട്ടിട്ടുണ്ടായിരുന്നത്. വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും മഞ്ഞ് ഇങ്ങനെ മൂടിക്കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഉണ്ടായത്. അങ്ങനെ നമ്മൾ അകത്തേക്ക് കടന്നു. പിന്നെ അവിടെ എന്തോ ഒരു ചെറിയ ഷൂട്ടിംഗ് ആകുമ്പോൾ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറേ സമയം ഇരുന്ന് ആ ഷൂട്ടിംഗ് എല്ലാം കണ്ടു. പിന്നെ കുറേ ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്തു കേട്ടോ. അവിടെ നിന്ന് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ വന്നിട്ട് അവിടെ എങ്ങനെ ഇരിക്കാൻ. ഇവിടെ ഇങ്ങനെ റോസാപ്പൂവെല്ലാം ഒരു തണ്ടിൽ ഇങ്ങനെ കെട്ടായിട്ടാണ് വളരുന്നുള്ളത്. നമ്മളെ വീട്ടിൽ നട്ടാൽ അതൊന്നും വളരെയൊന്നുമില്ല. പക്ഷേ ഇവിടെ എന്ത് വളമാണ് അവരിടുന്നതെന്ന് അറിയില്ല. നല്ല പൂവായിരുന്നു. ഇവിടെ ഇല്ല എല്ലാ പൂക്കളും. പിന്നെ അവരെല്ലാം അവിടെ ഇരുന്നു. അപ്പം ഞാൻ കുറേ നടക്കുന്ന വീഡിയോ എല്ലാം കുറേ സെറ്റാക്കി. അങ്ങനെ കുറേ വീഡിയോ എടുത്തു കേട്ടോ. കാരണം കുറേ സമയം ഉണ്ടായിരുന്നു നമുക്ക് എത്തിയിട്ട്. അങ്ങനെ 9 മണിക്ക് ഓപ്പൺ ചെയ്തതേ ഉണ്ടായിട്ടില്ലോ. അപ്പോൾ കുറേ സമയമുണ്ട്. അങ്ങനെ കുറേ വീഡിയോ എടുത്തു. ചിഞ്ചിലിൽ ഭയങ്കര തണുപ്പായിരുന്നു. ഞാനൊരു ഷോർട്സാണ് ചിഞ്ചിലിന് ഇട്ടിട്ടുണ്ടായത്. പക്ഷേ ചിഞ്ചിലിൽ ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞു. ഞാൻ പാൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ചിഞ്ചിലു അവിടെ കുറേ സമയം ആദ്യം കുറേ സമയം കരഞ്ഞു ചിഞ്ചിലു പാൻറ്റ് വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ ആ ഷൂട്ടിങ്ങും കണ്ട് അവിടെ കുറച്ച് സമയം അങ്ങനെ ഇരുന്നു. എൻ്റെത് പണം എടുത്തു. ഞാൻ എങ്ങനെ ഇരുന്നത് എടുത്തോ. ഷൂട്ടിംഗ് ഉണ്ടായത് എന്നെ വെറുതെ വെക്കുമ്പോല്ലേ ഓക്കെ ഇങ്ങനെ എന്തോ ബുദ്ധിമുട്ടാണ്. അമ്പുജാഷി റെഡി. ആളെ പേര് രാജന്ന്, അതുകൊണ്ട് രാജ സ്ട്രീറ്റ്. തിന്നുന്നുണ്ടോ? കാല് വെക്കാനില്ല.
ഇതാ ഇന്ന് വീണത് ഇത്. പിന്നെ ആടെ വലിയൊരു ആനയുടെ പ്രതിമ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ ചെഞ്ചലിൻ്റെ കുറേ ഫോട്ടോ എടുത്തു. അങ്ങനെ അടുത്ത കാഴ്ചയെല്ലാം കണ്ടിട്ട് ഗാർഡനിൽ നമ്മൾ മെല്ലെ ഇറങ്ങലായി. കാരണം അടുത്ത സ്ഥലത്തേക്ക് പോവണം, കുറേ സ്ഥലം ഒന്ന് കവർ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് വേഗം ഇറങ്ങി വണ്ടിയിൽ കയറി. അതിന് ശേഷം കുറച്ച് സമയം വണ്ടിയിൽ ഇരുന്നിട്ട് പിന്നെ നമ്മൾ പോയത് ബാംബു ഫോറസ്റ്റിലേക്കായിരുന്നു. ഇവിടെയും ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. ഉള്ളിൽ കുറേ കാണാനെല്ലാം ഉണ്ട്, മൃഗങ്ങളും മറ്റേ മാൻ അങ്ങനെയെല്ലാം കാണാനെല്ലാം ഉണ്ട്. അങ്ങനെ അതിൻ്റെ ഒരു തൂക്കുപാലത്തിലേക്ക് കയറിയിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോവേണ്ടത്. അങ്ങനെ എൻട്രൻസ് ഫീസ് എല്ലാം കൊടുത്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറി. നല്ല വെള്ളമായിരുന്നു താഴെ ഉണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ അതിൽ നടക്കുമ്പോൾ ജസ്റ്റ് ഒന്നും പേടിയാവും, ഫോണ് താഴെ വീഴുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു പേടി. ഇവിടെ എത്തുമ്പോൾ ഏകദേശം തണുപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സ്വെറ്ററെല്ലാം മാറ്റി. ഇതിൻ്റെ പേര് പറഞ്ഞ പോലെ തന്നെ ഒരു ബാംബു ഫോറസ്റ്റ് തന്നെയാണ്. ഇത് ഫുള്ള് മുളയുടെ നടുവിലാണ് ഇത് ഉള്ളത്. അപ്പോൾ നടക്കുമ്പോൾ നല്ല തണുപ്പും നേരിയൊരു തണുപ്പും അങ്ങനെയെല്ലാം ഉണ്ട്. ഇത് ചെറിയൊരു തണുപ്പ്, നല്ല രസമുണ്ട്. പക്ഷേ നമ്മൾ നടക്കാൻ പുറത്തുനിന്നുള്ള ഒരു സൗണ്ടും കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയ 2 ഊഞ്ഞാലും അങ്ങനത്തെ ചെറിയ 2 സെറ്റപ്പെല്ലാം ഉണ്ട്. അങ്ങനെ അത് കിട്ടിയിട്ട് ചിഞ്ചിലും ഭയങ്കര സന്തോഷമായി. ഊഞ്ഞാലാടാൻ തുടങ്ങി ചിഞ്ചിലും. ഇവിടെയും അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിട്ട. ഒന്നാമത് രാവിലെ ആയിരുന്നു എത്തിയത്, പിന്നെ ശനിയാഴ്ചയും കൂടിയായിരുന്നു. അപ്പം അങ്ങനെ ആളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ചിഞ്ചിലു മാമൻ്റെ ഒന്നിച്ച് കുറേ കളിച്ചു. അവിടുന്ന് സീസോലെല്ലാം ഇരുന്നു, ഊഞ്ഞാലാടി. പിന്നെ ആ കറങ്ങുന്നൊരു സാധനം ഉണ്ടായിന്, അതിൽ ഇരുന്നു. ഇതിലെല്ലാം ഇരുന്നപ്പാടനെ ചിഞ്ചില് നല്ല ഹാപ്പിയായി. അവിടുന്ന് കുറച്ചും കൂടി നടന്നപ്പോൾ അവിടെ ഒരു പ്രതിമകളുടെ കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ പ്രതിമ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ശരിക്കും ജീവനില്ലതുപോലെ തന്നെ ഉണ്ടായത്. കുറേ ഉണ്ട്. ഒരു നായി, പിന്നെ ഒരു കുറേ ആൾക്കാർ, കോഴി, അങ്ങനെ അങ്ങനെ കുറേ ആളുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു എല്ലാം കാണാൻ. പിന്നെ കുറച്ചും കൂടി നടന്നപ്പാട് കുറേ മാനുണ്ടായിരുന്നു. അതിനെ കണ്ടു. പക്ഷെ ചിഞ്ചിൽ ആ സമയത്ത് ഏതിലോ ഒരു സംഭവത്തിൽ കയറാൻ വേണ്ടിയിട്ട് വാശി പിടിച്ചിട്ട് കരയുന്നുണ്ടായിരുന്നു. നടക്കുന്ന ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് പോകുന്നൊരു സംഭവമാണ്, അതിൽ കയറാൻ വേണ്ടിയിട്ട് കരയുന്നുണ്ടായിരുന്നു. അതിങ്ങനെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കയറണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചിഞ്ചിൽ ചെറിയൊരു വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അടുത്ത് നമ്മൾ 2 റീൽസും സെറ്റാക്കി. അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തി. പിന്നെ പോയത് ഒരു റിസർവോയറിലേക്കാണ്. ഹാരംഗി റിസർവോയർ എന്നാണ് പേര്. വണ്ടി വെച്ചിട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു കേട്ടോ. സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഒരു താഴത്തേക്ക് നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഡാം കണ്ടു. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് വിട്ടിട്ടില്ല കേട്ടോ. നമ്മൾ ഈ ജസ്റ്റ് ഡാമിൻ്റെ ഈ സൈഡാണ് കണ്ടത്. കുറേ നടന്നിട്ടാണ് അത് കണ്ടത്. ഇത്രയും ഭാഗം മാത്രമേ കണ്ടിട്ടു. അങ്ങനെ നടന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു.
അങ്ങനെ ഡാമിൽ നിന്ന് വേഗം ഇറങ്ങി കേട്ടോ. കാരണം നമുക്ക് വേറൊരു സ്ഥലത്തേക്കും കൂടി പോകാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി സമയം തികയില്ല. അങ്ങനെ അവിടുന്ന് വേഗം ഇറങ്ങി. കുറച്ച് ദൂരം കൂടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് ഗോൾഡൻ ടെമ്പിളിലേക്കായിരുന്നു. ഏകദേശം എല്ലാവരും പോയിട്ടുണ്ടാവും. മൈസൂർ കർണാടക ഭാഗത്ത് വരുന്ന എല്ലാവരും അടുത്തേക്ക് പോയിട്ടുണ്ടാവും ഗോൾഡൻ ടെമ്പിളിൽ. ഇവിടെ കാണാൻ നല്ല രസമാണ്. ഇവരെ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം നോക്കാൻ നല്ല രസമുണ്ട്. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോയ ആ സമയത്ത്. ആ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു അവിടെ ഫുള്ള് കാണാനായിട്ട്. അങ്ങനെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് നടന്നു. പിന്നെ ചെരുപ്പ് വെക്കാൻ പ്രത്യേകിച്ചൊരു സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെരുപ്പൊക്കെ വെച്ചു. അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് ഇവിടെ ഒരു കുറേ വിളക്ക് വെച്ചിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അത് എന്തെങ്കിലും അവരെ പൂജ നടക്കുന്ന സംഭവമായിരിക്കും. അത് എനിക്ക് എന്തെങ്കിലും സംഭവം എന്നറിയില്ല. കുറേ വിളക്ക് വെച്ചിട്ടുണ്ട് അവിടെ. അങ്ങനെ നമ്മൾ അതെല്ലാം നോക്കിക്കൊണ്ട് ആ വിളക്കെല്ലാം നോക്കിക്കൊണ്ട് ഉള്ളിലേക്ക് നടന്നു. അവിടെ എത്തിയത് ഏകദേശം ഒരു ഉച്ചക്ക് ആയിരുന്നു. അപ്പം തന്നെ വിശക്കാൻ തുടങ്ങി, നല്ല വിശക്കാൻ തുടങ്ങി. പക്ഷെ എന്തായാലും അവിടെ എത്തിയതല്ലേ, അവിടെ ഒന്ന് കണ്ടിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നടന്ന് നമ്മൾ അതിൻ്റെ അകത്തേക്ക് എത്തി. നല്ല തണുപ്പായിരുന്നു കേട്ടോ. നിലമൊക്കെ ചവിട്ടുമ്പോൾ അവിടുത്തെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കാണാനെല്ലാം തിരക്കുണ്ടായിരുന്നു, അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പിന്നെ ആ കാഴ്ച നമ്മൾ കുറേ വീഡിയോയിലും എടുത്തു. പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ തന്നെ ഇരുന്നു, കുറച്ച് നേരം. പിന്നെ ഫുഡ് കഴിക്കുന്ന സമയമായതുകൊണ്ട് എല്ലാവർക്കും വിശക്കാനും തുടങ്ങി. എന്നിട്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് കുറച്ച് സമയം മാത്രമേ ഇരുന്നിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ പെട്ടെന്ന് ഇറങ്ങി. അടുത്ത ഫോട്ടോവും വീഡിയോസും എല്ലാം എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി. ചേച്ചി പിന്നെ നമ്മൾ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി ചോറ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറി. നമ്മൾ ചോറായിരുന്നു പറഞ്ഞത്. ചോറിൻ്റെ ഒക്കെ ആദ്യം കിട്ടിയത് ചപ്പാത്തി ആയിരുന്നു. എനിക്ക് ഇഷ്ടമില്ലാത്ത സംഭവമാണത്. ഞാനതവിടെ സൈഡ് മാറ്റി വെച്ചു. പിന്നെ മധുരത്തിൻ്റെ ഒരു അപ്പം പോലത്തെ ഒരു സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചപ്പാത്തി ഒന്നും തിന്നില്ല. ചപ്പാത്തി ഞാൻ ആർക്കോ കൊടുത്തു. അങ്ങനെ വേഗം ചോറ് കഴിച്ചു. എന്നിട്ട് നമ്മൾ നേരെ വിടുന്നത് മൈസൂരിലേക്കാണ്. പിറ്റേ ദിവസം നമ്മൾ മൈസൂരിലായിരുന്നു പോകാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായത്. അങ്ങനെ വണ്ടിയിൽ കയറി. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ വേഗം മൈസൂരിലേക്ക് വിട്ടു. കാരണം പിറ്റേ ദിവസം നമുക്ക് പോകാനുണ്ടായത് മൈസൂരാണ്. നമ്മൾ മുമ്പേ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മൈസൂർ. അങ്ങനെ കുറേ സമയം ട്രാവലിങ്ങിന് ശേഷം മൈസൂരെത്തി. നല്ല റൂമായിരുന്നു കേട്ടോ. 2 റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. റൂമിലെത്തിയപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. പിന്നെ നമുക്ക് ചാമുണ്ഡി ഹിൽസിലും പോകാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബാഗെല്ലാം എടുത്തിട്ട് റൂമിൽ കൊണ്ടുവച്ചു. അപ്പോൾ ബാക്കി വീഡിയോ പിന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ മൈസൂരത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.